ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാനാണ് പോകുന്നത്. അപ്പോൾ വാ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, വാ. അപ്പോൾ ഗൈസ്, എന്നത്തെയും പോലെ തന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് വന്നു. ആ കട്ടൻസ് കഫേ അവിടെ ഉണ്ട്. കടയിൽ ഹാഷും ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഒരു ജ്യൂസ് കിട്ടിയെങ്കിൽ ഷിറ്റ്. ബൈപ്പാസിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആകാശത്ത് നല്ല മേഘങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തി വീഡിയോ എടുത്തുകൊണ്ട് നിന്നാണ്. കൊള്ളാം. പിന്നെ ഈ ലാസ്റ്റ് കാണുന്ന ഈ മേഘം കണ്ടില്ലേ, ഇത് എനിക്ക് കണ്ടപ്പോൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഈ ഏലിയൻസൊക്കെ പോകില്ലേ ഒരു മാതിരി വണ്ടികളൊക്കെ, അതുപോലെയാണ് തോന്നിയത്. ഇഞ്ചകലിൽ വീണ്ടും ഈ സൈഡും കൂടെ ശരിയാക്കുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ക്യാബിൽ ഈ വഴിയാണ് വരുന്നത്, ഞാൻ കാണാറില്ലല്ലോ. അങ്ങനെ ഇവിടെയും എല്ലാം കുളം തോണ്ടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ആരും പേടിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. ഹെൽമറ്റും ഹെഡ് ബാൻഡൊക്കെ വെച്ച് മുടി ഒരു പരുവായതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഇപ്പോൾ ലിഫ്റ്റിലാണുള്ളത്. എവിടെ പോകാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഫോർ യുവർ ഇൻഫർമേഷൻ, ഇന്ന് കുറച്ച് ടീംസിനെ വർക്കുള്ളൂ. അതാണ് ഇവിടെയൊക്കെ ആളൊക്കെ കുറവ്. ടെൻഷനാവണ്ട, ഇതും ടെക്നോ പാർക്കിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ഏതോ ഒരു പുതിയൊരു ബിൽഡിംഗ് വരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിഞ്ഞുകൂടെ, അതാണ് ഇവിടെ ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ടീം, ട്രൂയിസ്റ്റ് ഇൻഷുറൻസ് അക്കൗണ്ടിങ്. അപ്പോൾ ഇവരാണ് എൻ്റെ കൊളീഗ്സ്, കുറച്ചുപേരേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഉള്ളത് അഖിലുണ്ട്, പ്രശാന്ത്, ശ്രീറാം, ശ്രുതി ചേച്ചി, മിഥുൻ ചേട്ടൻ, ശ്രീരാജേട്ടൻ, ജിഷ്ണുവേട്ടൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നു, എല്ലാവരെയും വീഡിയോ എടുത്ത്. ഗൈസ്, ഞാൻ വർക്ക് ചെയ്യുന്നത് 5th ഫ്ലോറിലാണ്. ഇവിടെ നിന്ന് ആ താഴെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാടണമെന്ന് തോന്നും, പക്ഷെ ചെയ്യരുത്. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വെച്ച് 7th ഫ്ലോറിൽ കഫ്റ്റീരിയയിൽ വന്ന്. അപ്പോൾ കുറച്ച് ടീംസിന് വർക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ക്ഷീണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആരുമില്ല. അതേ ഫ്ലോറിൽ ബാൽക്കണിയിൽ കണ്ടുമെടുത്തതാണെങ്കിലും വീണ്ടും വന്നിട്ട് ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാതെ നമുക്കൊരു സമാധാനവുമില്ല. ശീലായിപ്പോയേ, നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നല്ലേ. എന്തായാലും വന്നില്ലേ, ചായ കുടിച്ചിട്ട് തന്നെ പോകണമെന്ന് പറഞ്ഞ് ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചായ വരുന്നത് വെയിറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ നിതിനാണ് ആരെയോ വിളിച്ചുകൊണ്ടിരുന്നത്, അഖിലാണെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു, പ്രശാന്ത് ബിൽ പേ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആ ഗ്യാപ്പിൽ ഇവന്മാർ 3 നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന്. അങ്ങനെ നമുക്കുള്ള കട്ട്ലറ്റും ഉള്ളിവടയും എത്തി. ഇവിടുത്തെ കട്ട്ലറ്റ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, കഴിച്ചു നോക്കണം. ഗൈസ്, ഞാൻ പ്രശാന്ത്, അഖില്, നിതിന്, നമ്മളെല്ലാവരുമായിട്ട് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആകമത്തെ ശോകമാണെങ്കിലും ഇമാരുള്ള വന്നുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. നമ്മളിതാ ചായ കുടിക്കാതിരിക്കുകയാണ്. ഹാവ് എ ടീ ബ്രേക്ക്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, വാ. അപ്പോൾ ഇവന്മാരൊക്കെ ചേർന്ന് എന്നെ കേശവദാസപുരത്ത് MG കോളേജിനടുത്തായിട്ടൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഇത് കണ്ട ചാഷു മുംബൈ പാനിപ്പുരി സ്പോട്ട്, എല്ലായിടത്തും പാനിപ്പുരി ഉണ്ട്. പിന്നെ ഇവരാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്നാണ് ഇവന്മാർ എൻ്റെ കയ്യിൽ പറഞ്ഞ ഈ മോമോസ്, ഈ നേപ്പാളി സഹോദരങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഷോപ്പ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എവിടെ കയറണമെന്ന് ആലോചിച്ച് കുറേ ഇങ്ങനെ നടക്കുവാണ്, എവിടെ കയറാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവസാനം ഞങ്ങൾ നല്ലൊരു തിരക്കുള്ള കടയിൽ തന്നെയാണ് കയറിയത്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം, ഒരു ബ്രോ ഫ്രണ്ട് ഇരുന്നിട്ട് പോസ് ചെയ്യുന്നത് ഇപ്പോൾ കാണാം. തട്ടുകട ചേച്ചി മിന്നൽ മുരളിയുടെ ചേച്ചിയാണെന്ന് തോന്നുന്നു. ഒടുക്കത്തെ സ്പീഡ്, പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ എത്തി. നമ്മൾ പിന്നെ താറാവ്, പോത്ത്, ബീഫ്, ബെറോട്ട, അപ്പം എല്ലാം അങ്ങ് ഓർഡർ ചെയ്ത്. ഫുഡ് വന്നതിന് ശേഷമുള്ള കാര്യം ഞാൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, എല്ലാവരും യുദ്ധത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും നല്ലതുപോലെ പണിയെടുത്തിട്ടുണ്ട് ഗൈസ്. കറിയുടെ ചാറ് പോലും ഇല്ല, എല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഫുഡ് അടി കഴിഞ്ഞു. ഫുഡും സൂപ്പറായിരുന്നു. ബില്ല് ഏകദേശം 1240 സംതിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ ഓംലെറ്റ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചിട്ടാണ് വന്നത്. എന്ത് കരിക്കും വില്ലേജാ? ഇല്ല, ഞാൻ വിഴിഞ്ഞ വില്ലേജ്. ഫൺ. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ വന്നത് ചോക്കോബേയിൽ നിന്ന് ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ചിന്മയെ കൊണ്ടു കൊടുക്കുന്ന ഈ മെനു ഇല്ലേ, അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ മടിച്ചിട്ടാണ് അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. കാരണം സംഭവം നമ്മൾ ഇവിടുന്ന് ആ മെനു വാങ്ങിയൊന്നും തൃപ്തിപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ കേശവദാസപുരം MG കോളേജിനടുത്തുള്ള ഫുഡ് സ്ട്രീറ്റിലെ ചോക്കോബേ ഹെവൻ ഓഫ് ചോക്ലേറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മളുടെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ്. അപ്പോൾ തുടങ്ങാം. എന്താണ് ഓർഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് കരിയർ ചൂസ് ചെയ്യുന്നതിനേയും കാട്ടി പാടാണ്. ഇത്രയും നേരമായിട്ട് എന്ത് വേണമെന്ന് നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തില്ല. ഹോട്ട് ചോക്ലേറ്റ് വേണോ, ബ്രൗണി വേണോ? ഇതിൻ്റെ ഇടയിൽ അഖിലും ചിന്മയെ നിന്നിട്ട് MG കോളേജിൽ മഹാത്മാഗാന്ധി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ അനിയ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത സാധനം എത്തി. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണി. സംഭവം ഈ ഡെസേർട്ട്, ബ്രൗണി ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവർ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ്, സത്യം പറയാമല്ലോ. പിന്നെ ഇതിൻ്റെ പേരാണ് മാഷ് മെലോ ട്രിപ്പിൾ ചോക്ലേറ്റ്, കൊള്ളാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സംഭവം, ബനാന ട്രിപ്പിൾ ചോക്ലേറ്റ്. സംഭവം ഏത്തപ്പഴം അരിഞ്ഞിട്ടിട്ട് മേലിൽ ചോക്ലേറ്റ് ഒഴിക്കും. ഓക്കെ, കാര്യം കഴിഞ്ഞ്. പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അഖിൽ പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലായത്. ചിന്മയ നന്നായിട്ട് കഴിക്കുന്നുണ്ട്.
ഞാൻ കഴിച്ചു നോക്കി ഗൈസ്, പേഴ്സണലി എനിക്കിഷ്ടമായില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് കൊള്ളാമെന്ന് തന്നെയാണ്. ചിലപ്പോൾ ഞാൻ ഇത് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. മത്ത് പിടിക്കും എന്ന് പറഞ്ഞിട്ട് കൈ മുഴുവൻ നക്കി തുടക്കുന്ന അഖിലിനെ നിങ്ങൾക്ക് കാണാം. പിന്നെ എല്ലാവരും കഴിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രൗണീസും ചോക്ലേറ്റും ഒക്കെ കഴിച്ചതിന് ശേഷം ഒരുത്തനും വെളിവില്ല. എല്ലാവരും എന്തൊക്കെയാണ് പറയുന്നത്, മത്ത് പിടിച്ച് കറക്റ്റായിട്ട് അവൻ പറഞ്ഞ പോലെ. അങ്ങനെ ഞങ്ങൾ ഫുഡും ബ്രൗണീസും എല്ലാം കഴിച്ച് വീട്ടിൽ പോകാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിൽക്കുന്നതാണ്. അഖിലെ എന്താ ചൊറിയണാടാ ഇവിടെ. പിന്നെ പ്രശാന്ത് ഇടയ്ക്കിടയ്ക്ക് എന്തോ പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോകാതെ നേരെ ഹാർബറിലേക്ക് വന്ന്, എൻ്റെ ഹോം ടൗണിലേക്ക്. അങ്ങനെ അവിടെ പള്ളിയും കണ്ട് കടലും കണ്ട് കാറ്റും കൊണ്ട് സുഖമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്. അങ്ങനെ ഗൈസ്, വിഴിഞ്ഞും ഹാർബറിലും പെനി ഐസ് ക്യാൻഡി ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം വരാം. അതുവരെ ബൈ ബൈ, ലവ് യു. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ്.